ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വഴുതനങ്ങ ഫ്രൈ ആണ്. വഴുതനങ്ങ സാധാരണ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും. മീൻ ഫ്രൈ പോലെ തന്നെയാണ്, നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പം നമുക്ക് മീനൊന്നും കിട്ടാത്തൊരു സമയത്ത് വഴുതനങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാൻ ഞാൻ നല്ല വലിപ്പമുള്ള വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. സൈഡിൻ്റെ ആവശ്യമില്ല. ഇതൊരു 1/4 ഇഞ്ച് വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് ചുരുങ്ങി അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് 1/4 ഇഞ്ച് കനത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എനിക്കിവിടെ 7 പീസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതെങ്ങനെ മസാല റെഡിയാക്കാൻ നോക്കാം. വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാൻ ആവശ്യമായ മസാല എന്തെല്ലാം നോക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി എടുത്തത്, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി. ഇതിന് മസാല റെഡിയാക്കാം. മസാല ഉണ്ടാക്കാൻ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൗഡർ, ഗരം മസാല പൗഡർ, കോൺഫ്ലോർ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാകത്തിലാണ് നമുക്ക് മസാല വേണ്ടത്. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ വഴുതനങ്ങയിലും മസാല തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇതേപോലെ ഓരോ വഴുതനങ്ങയിലും നമുക്ക് കൈവച്ചിട്ട് ഇതേപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം. അപ്പോഴാണ് നന്നായിട്ട് മസാല ഇതിൽ പിടിച്ചു കിട്ടുക. എല്ലാ വഴുതനങ്ങയിലും മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വഴുതനങ്ങ ഫ്രൈ ചെയ്യാനായി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഫ്രൈ ചെയ്യണം, എന്നാലേ ആ നല്ലൊരു ടേസ്റ്റ് കിട്ടും. വേറെ ഓയിൽ എടുത്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല.
എണ്ണ നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ വഴുതനങ്ങയും വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആ വെളിച്ചെണ്ണയിൽ അപ്പോൾ ഒരുമിച്ചുണ്ടാകുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇതിനി ഓരോന്നും തിരിച്ചിട്ടെടുക്കാം. നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്ത വഴുതനങ്ങ പീസും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വഴുതനങ്ങ നന്നായി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. അത്രയും ഇഞ്ചിൽ കട്ട് ചെയ്ത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കറക്റ്റ് പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. അധികം തിന്നായിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. ആ ടേസ്റ്റും കിട്ടില്ല. നമുക്കിതൊന്ന് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. വഴുതനങ്ങ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്തൊരു ബെല്ല് കൂടി കാണാം. അതുകൂടി ഓൾ ചെയ്ത് വെക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.